എടുക്കുമ്പോഴും ഒരു തിരുപ്പട്ടത്തിന് പങ്കെടുക്കുമ്പോഴും ജ്ഞാനസ്നാനത്തിന് പങ്കെടുക്കുമ്പോഴും നമ്മൾ ചിന്തകൾ മുഴുവൻ നമ്മുടെ ജ്ഞാനസ്നാനത്തിനെക്കുറിച്ചും ആദ്യ കുർബാനയെക്കുറിച്ചും ആവുന്നു. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, അല്ലെ നല്ലൊരു വചനപ്രസംഗം കേൾക്കുമ്പോൾ, നല്ലൊരു ആരാധന കൂടുമ്പം നമ്മൾ ഭയങ്കര കൂളായിട്ട് അറ്റീസായിട്ട് നമ്മളതിനെ ഭയങ്കര ഒരു സൊളൈസായിട്ട് ഒരു അനുഭവമൊക്കെ കിട്ടുന്നു. പുറത്തോട്ടിറങ്ങി കാറിൻ്റെ ഡോർ അടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാറിലെ പാട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാവും. കാറിലെ പാട്ടായി, ഡാൻസായി, പിന്നെ മൈൻഡിലെ ചിന്ത മാറി, പിന്നെ വീട്ടിലെ കാര്യങ്ങളായി. ദാറ്റ്സ് ഇറ്റ്. ആ ചിന്ത അവിടെ വെച്ച് അങ്ങ് തീരുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്, ചിന്തകൾക്ക് സാഹചര്യങ്ങളോട് ഒരുപാട് ബന്ധമുണ്ട്. ഒപ്പം നമുക്കൊരു സ്ട്രോങ് ഡിസയറാണ് എപ്പോഴും ആത്മീയ ജീവിതത്തിന് ആവശ്യം. ഉടമ്പടിയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ ദിവസവും ഇങ്ങനെ 10-20ഓളം സാക്ഷ്യങ്ങൾ, 600ഓളം സാക്ഷ്യങ്ങൾ, ഒരു മാസം, ഒരു വർഷം 9000ഓളം സാക്ഷ്യങ്ങൾ, ഇങ്ങനെ എല്ലാ മതത്തിൽ നിന്നുള്ളവർ, എല്ലാ പ്രായത്തിൽ നിന്നുള്ളവർ, എല്ലാ വിദ്യാഭ്യാസ തസ്തികയിൽ നിന്നുള്ളവർ, എല്ലാ മേഖലയിൽ നിന്നുള്ളവർ വന്നിങ്ങനെ പറയുമ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്ട്രോങ് ഡിസയറുണ്ട്. അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ഞാൻ ചിന്തിക്കാം. അതിപ്പോൾ നല്ലൊരാളുടെ ദൈവാനുഭവം സാക്ഷ്യം കേൾക്കുമ്പോഴും, ഒരു നല്ലൊരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കുമല്ലോ. നല്ലൊരു കളക്ടർ പ്രസംഗിക്കുമ്പോൾ കളക്ടറാണോ എന്ന് നമ്മൾ ചിന്തിക്കും, ചിലപ്പോൾ ഒന്ന് ആഗ്രഹിക്കും. അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഒരു സ്ട്രോങ് ഡിസയർ മാത്രം ഉണ്ടായാൽ ഒരു ആത്മീയ ജീവിതം മുന്നോട്ട് പോകത്തില്ല. എല്ലാ ഞായറാഴ്ചയും നല്ലോണം പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആത്മീയ ഉണർവുണ്ടാവും. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പം ലഞ്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് തീരും. അപ്പം നമുക്കൊരു ഡിസയറും തിങ്കിങ്ങും മാത്രം പോരാ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ ഈ 3 വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പം നമുക്ക് ആവശ്യത്തിലേറെ ദൈവചിന്തകളുണ്ട്. ഒരുപക്ഷെ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ ഹെവി ലോഡായിട്ട് എല്ലാ ആഴ്ചയിലും കേൾക്കുന്നുണ്ട്. അത്യാവശ്യം പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ആവശ്യത്തിലേറെ ചിന്തകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഗുഡ് പോസിറ്റീവ് തോട്ട്സ് എന്നൊരൊറ്റ ഫിംഗർ പ്രിൻറ്റിൽ ഒരു ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നാവാനായിട്ടുള്ള ആവശ്യത്തിനേറെ ലോകപ്രശസ്തരായ എല്ലാവരുടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ക്രിസ്ത്യൻ സ്പീക്കേഴ്സും എല്ലാം നമ്മളോട് പറയും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഐ വാണ്ട് ടു ചേഞ്ച് ഓർ ഐ വാണ്ട് ടു പ്രേ വെൽ എന്നൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ ആഗ്രഹമെല്ലാം യൂട്യൂബ് വീഡിയോ തീർന്ന് 2 മിനിറ്റിനുള്ളിൽ തീർന്നും പോകുന്നുള്ളതാണ്. ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് നിർത്തണമെന്നുണ്ടല്ലോ, ഈ ഡിസയറിനെയും ഈ തിങ്കിങ്ങിനെയും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു ആക്ഷൻ പ്ലാനിലേക്ക് ഇതിങ്ങനെ കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈ ദൈവത്തിനെക്കുറിച്ച് ധ്യാനിച്ചു, ദൈവത്തിനെ വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് ദൈവം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്ത് ഒരു പദ്ധതി ഏൽപ്പിക്കുക. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മാനദണ്ഡമാണ് ഉടമ്പടിയിൽ സംഭവിക്കണം. കാരണം ഉടമ്പടി എടുക്കണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു, അത് എടുക്കണമെന്ന് പറഞ്ഞ് കുറേ പേര് ആഗ്രഹിക്കുന്നു. പക്ഷെ പലരും ഇവിടെ എത്തിച്ചേരണില്ല. അത് സാക്ഷ്യങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങൾ അത് ഈ സാക്ഷ്യം പറയുന്നവരൊക്കെ ഇവിടെ തന്നെ ആലപ്പുഴ പരിസരത്തുള്ളവരാണ്. അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയാം, 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുക. വയനാടും കാസർഗോഡും കണ്ണൂരും ഡൽഹിയിലും പൂനെയിലുള്ളവരൊക്കെ വന്ന് ഫ്ലൈറ്റ് പിടിച്ചൊക്കെ ഉടമ്പടി എടുക്കുമ്പോൾ ഈ പരിസരത്തിലുള്ളവർ പറയുന്നതാണ്, എനിക്ക് 2 വർഷമായിട്ട് ഇങ്ങോട്ട് കയറണമെന്ന് ആഗ്രഹം, പക്ഷേ വരാൻ പറ്റണില്ല, തടസ്സങ്ങളാണെന്ന് പറയുന്നത്. സത്യമായിരിക്കും ചിലപ്പം വ്യക്തിപരമായിട്ടുള്ള. ഇപ്പം ഡിസയറുണ്ട്, ഒരു ആക്ഷൻ എടുത്ത് ഇവിടെ വരാനായിട്ടുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു മാനസിക പരിവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ കയറുക. എന്തൊരു ശക്തമായിട്ടൊരു നിലപാടാണെന്നറിയോ? പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച് കോൺസെക്രേറ്റഡ് ലൈഫായിട്ട് ദേവാലയത്തിൽ ഇരിക്കുന്നതിനോടൊപ്പം ഇരുന്ന പരിശുദ്ധ അമ്മയെ വെളിയിലിറക്കി ദൗത്യം നൽകി, ലോകത്തിൻ്റെ രക്ഷകനെ നൽകി, കുരിശിൻ്റെ ചുവടുവരെ എത്തിക്കുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ. ഈ ദേവാലയത്തിലെ ആധ്യാത്മികത എന്ന് പറയണത്, ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങണമെന്നുള്ളവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മികത. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കർത്താവ് മരിച്ചതിന് ശേഷം ഇവർ കഥകടച്ചിരുന്നെന്നാണ് പറഞ്ഞത്. കഥകടച്ചിരുന്നെന്ന് പറഞ്ഞു. കഥകടച്ചിരുന്നത് പേടിച്ചിട്ടാണ്. കാരണം കർത്താവിനെ കൊന്നവർ നമ്മളെ കൊല്ലുമല്ലോ എന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പോൾ ആ ആധ്യാത്മികതയിൽ നിന്ന് കർത്താവ് വന്ന് അനുഭവങ്ങളും അടയാളങ്ങളും നൽകിയതിന് ശേഷം പുറത്തോട്ടിറങ്ങി ലോകം മുഴുവൻ പ്രഘോഷിച്ചെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ദിവസം പരിശുദ്ധ അമ്മ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചു, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു, ദൈവവേലകൾ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് പറയുമ്പം ഈ പ്രാർത്ഥനകളും ഈ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് തരേണ്ടത്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വലിയൊരു പ്രയത്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും ഒരു അല്പം പ്രാർത്ഥിക്കുവാനായിട്ട് മനസ്സുള്ളവർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആവശ്യത്തിലേറെ പേര് സഭയിലുണ്ട്.
ദൈവത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിനും ഗുണമില്ല, അവർക്കും പ്രത്യേകിച്ച് ഗുണമില്ല. ദൈവത്തിനോട് ആഗ്രഹിക്കുന്നവരും കുറച്ചും കൂടെ പേരുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പകുതി ശതമാനം പേര് ദൈവം എൻ്റെ ജീവിതത്തിൽ, അതാണ് നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ നീ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് 63-ാമത്തെ സങ്കീർത്തനം 42-ാമത്തെ സങ്കീർത്തനത്തിലും 63 വട്ടിക്ക് വരേണ്ട ഭൂമി എന്ന പോലെ ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ആ ഡിസയറും ഉള്ളവരും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പകുതി ശതമാനം പേരുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്ന ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള ചോദ്യത്തിന് ആർക്കും പ്രത്യേകിച്ച് ഉത്തരവില്ല. എനിക്ക് ദൈവത്തിനോട് ജീവൻ ബലി കഴിക്കണം, പക്ഷേ ഒന്ന് അപ്പുറത്തോട്ടൊന്ന് ഒരു ദിവസം ഒന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നീ ഒന്ന് ആശുപത്രിയിൽ പോയി കാണാവോ, ഒന്ന് പോയി കിടക്കാവോ, ഒരാൾക്ക് പകരം പോകാമോ, അതിനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് വേണ്ടി ജീവിക്കും. അപ്പം ഈ ഒരു ആക്ഷൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് നിലപാടുകൾ വ്യക്തമാക്കണം. വിധവയുടെ കാണിക്കയൊക്കെ കർത്താവ് എടുത്ത് മുകളിലോട്ട് വെക്കണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അതിന് ഫരിസേരെയൊക്കെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നാണ് പറയണത്. എല്ലാം പ്രസംഗിക്കും, പക്ഷേ ദേ ഡോണ്ട് വാക്ക് ദ ടോക്ക് എന്നാണ് കർത്താവ് പറയണത്. ഇത് കർത്താവിന് നിഷിദ്ധമായ വിമർശനം. നല്ല സമരിയക്കാരൻ്റെ ഉപമയിലും എന്താ പറയുന്നത്? പുരോഹിതൻ കടന്നുപോയി മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയണത്. അതിൻ്റെയൊക്കെ ഒരു ക്രക്സ് ആൻഡ് എസൻസ് ആൻഡ് സോൾ ഓഫ് ദാറ്റ് പാസേജ് എന്നൊക്കെ പറയണത്, നിങ്ങൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വ്യർത്ഥമാണെന്ന്. അതിനേക്കാളും അപ്പുറം കർത്താവിനൊന്നും പറയാനില്ലല്ലോ. കർത്താവ് അവസാനം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി കുഴലൂതി, ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ഉണ്ടല്ലോ, എനിക്ക് നിന്നെ അറിയത്തില്ലെന്നൊക്കെ കർത്താവ് പറയും. കാരണം ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം തന്നോ എന്നൊക്കെയുള്ള ചോദ്യം ഇതിലും വ്യക്തമായിട്ട് കർത്താവിന് പറയാനില്ലല്ലോ. ഒരു അബ്സ്ട്രാക്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ടു ദ പോയിൻ്റുള്ള കാര്യമാണ്. നഗ്നനായവനെ ഉടുപ്പിക്കാത്തവൻ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാത്തവനൊന്നും സ്വർഗത്തിൽ കയറണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ അനുദിനം ഇങ്ങനെ അടയാളങ്ങൾ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോർ ദാൻ എ തിങ്കിങ്, മോർ ദാൻ എ ഡിസയർ, ദേ ആർ റെഡി ടു ഡു ദ ആക്ഷൻസ്. അവർ ചിന്തയ്ക്കും ആഗ്രഹത്തിനും അപ്പുറം ആഗ്രഹത്തിന് പറ്റുമായിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ടാണ് അടയാളങ്ങളിലൂടെ ദൈവം ഈ യാത്രയെ സ്ഥിരീകരിക്കുന്നത്. പരിശുദ്ധ അമ്മ ദേവാലയത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ലല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. ഈജിപ്തിലേക്ക് പലായനം ചെയ്തു, യേശുവിനെ പ്രസവിച്ചു, യേശുവിനോടൊപ്പം യാത്ര ചെയ്തു. പരിശുദ്ധം അങ്ങനെ ആക്ഷൻസ്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഓർമ്മകളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ചിന്തകളിൽ ആദ്യ കുർബാനയുടെ ഓർമ്മയുണ്ട്, വിവാഹത്തിൻ്റെ ഓർമ്മയുണ്ട്, പള്ളിയിലെ ഓർമ്മയുണ്ട്, ഇടവകയുടെ ഓർമ്മയുണ്ട്. അതാ. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന് എന്താവണം? ദൈവത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഒരാളുടെ മുമ്പിലെങ്കിലും ദൈവത്തെ ഏറ്റുപറഞ്ഞ ഓർമ്മ, ദൈവത്തിൻ്റെ നാമത്തിൽ തിരികെ കിട്ടത്തില്ലെന്ന് ഏതെങ്കിലും ഒരു നന്മ ചെയ്ത ഓർമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിന് തിരുമുമ്പിൽ ആസ്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെ ദൈവം നമ്മുടെ കണക്കെടുത്തിട്ടാണോ സംസാരിക്കണത്? ഇത് കണക്കെടുത്തിട്ട് സംസാരിക്കുന്നത് നമ്മൾ പറയണതല്ലോ, ദൈവം തന്നെയാണ് പറയണത്. വിധി ദിവസം നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങളെ ഞാൻ മാറ്റി നിർത്തും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളനുസരിച്ച്. ഇതിലും വ്യക്തമായിട്ട് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്, സഭ പഠിപ്പിക്കുവാനായിട്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ സഭയിൽ ഇത്രത്തോളം ആതുര ശുശ്രൂഷയുടെ ഒരു വലിയ എമൗണ്ട് ഓഫ് വർക്കും ഹോസ്പിറ്റലുകളും സ്കൂളുകളൊക്കെ ഉണ്ടായത് ഈ ഒരു ദൗത്യത്തിൻ്റെ പിന്നിലാണ്. ഒരു പക്ഷേ അതിൽ നിന്ന് ക്രിസ്തു മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചോദിച്ചിട്ടുണ്ട്. എങ്കിലും സഭയിലെ വർക്കുകളുടെ എല്ലാം അടിസ്ഥാനം ഇതാണ്: മറ്റുള്ളവരെ കെയർ ചെയ്യുകയും സ്നേഹിക്കേണ്ടതെയും അവരുടെ സ്നേഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതാണ്. ഈ ഒരു വണക്കമാസ ചിന്ത അവസാനിപ്പിക്കുമ്പം ഈ ഡിസയർ വിത്തൗട്ട് ടൈം ലിമിറ്റ് എന്ന് പറയണത് എപ്പോഴും ഒരു ഡ്രീം മാത്രമായിരിക്കും. അത് പണ്ട് മനസ്സിൽ കോറിയിട്ടൊരു ചിന്തയാണ്. എനിക്ക് വലിയ ആളാവണം, എനിക്ക് ഫുൾ A+ മേടിക്കണം, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലെന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ പോലെ എനിക്ക് ആത്മീയമായിട്ട് വളരണം, പക്ഷേ എനിക്കിങ്ങനെ ദേഹം അനങ്ങിയിട്ട് ഷർട്ട് ഒളിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ധ്യാനം കൂടാം, മുറിയിരുന്നൊരു കൊന്തമില്ല, കുറച്ച് നേരം ബൈബിൾ വായിക്കാം. അങ്ങനെ ഒരു ആധ്യാത്മികതയ്ക്ക് സാധ്യതകളില്ലെന്നല്ല, പക്ഷേ ആധ്യാത്മികത ഒരു സ്റ്റെപ്പിന് മേലോട്ട് വളരത്തില്ല. അതിനേക്കാളും അപ്പുറം ദൈവം അങ്ങനൊരു ആധ്യാത്മികത ആഗ്രഹിക്കുന്നില്ല. മലമുകളിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മികത കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, കർത്താവ് അങ്ങനെ ചെയ്തിട്ടുമില്ല. നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോ മേളിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് സുവിശേഷം. ആ സമയം കിട്ടുന്നതിൻ്റെ തിരക്കിലും കർത്താവ് പോയി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ് മുഴുവൻ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവസാനം ഈ പ്രവർത്തനങ്ങളും വിധവയെ സുഖപ്പെടുത്തിയതും മറ്റുള്ളവരെ കെയർ ചെയ്തതും ഭക്ഷണം വർദ്ധിപ്പിച്ചതും, അങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞാൽ 24/7 സുവിശേഷം രേഖപ്പെടുത്തുന്ന ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാതെയുള്ള പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ കുറച്ച് സമയം പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ കണ്ടെത്തിയെന്നുള്ളതും, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ 40 ദിവസം ഉപവാസം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ലൈഫ് ഓറിയൻറ്റഡ് ആധ്യാത്മികതയാണ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലന്മാരെന്താണ് ചെയ്തത്? തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് റൂമിൽ ഇരുന്നെന്നല്ല,
ഇറങ്ങിയിട്ട് തല്ലൂന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്കുക, നിങ്ങൾ ദുരിശിത്തറച്ചു വന്ന കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന്. അതിന് ഫലമായിട്ട് തല്ലും കിട്ടി മരിക്കുകയും ചെയ്തു. പക്ഷേ ഇതാണ് ഈ ഒരു ആധ്യാത്മികതയുടെ ചൈതന്യം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്നേഹമുള്ളവരെ, ഉടമ്പടിയിൽ ആയിരിക്കുന്നവരോടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നതും, അല്ല ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവരോടും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആധ്യാത്മികത ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആധ്യാത്മികതയാണ്. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ ഭക്ഷണം കഴിക്കാതെയും വേദനിക്കുന്നൊരു കുടുംബം ഉണ്ടെങ്കിൽ അവരോടൊരു വാക്കുപോലും പറയാതെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാതെ നമ്മൾ എത്ര കുർബാന ചൊല്ലിയാലും, എത്ര കുർബാനയ്ക്ക് പൈസ കൊടുത്താലും, കുർബാനയിൽ പങ്കുചേർന്നാലും, ജപമാല ചൊല്ലിയാലും ദൈവത്തിനു മുൻപിൽ അതിനൊരു വിലയില്ല എന്ന് കർത്താവ് നിലപാടിലൂടെ സംസാരിക്കുന്നു. ആ ഒരു നിലപാടിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഉടമ്പടിയിൽ നടക്കുന്നത്. അനുരഞ്ജനപ്പെടണം. ഒരുപക്ഷെ അനുരഞ്ജനപ്പെടണമെന്ന് ടിക്കറ്റ് കൊടുക്കുമ്പം ഒരുപക്ഷെ വെറുക്കാനായിട്ട് 100% ചാൻസ് ഉള്ളവരായിരിക്കും. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്ന്. അടിച്ചു കഴിഞ്ഞാലും കർണം കാണിച്ചു കൊടുക്കും. ഇതിലും വലിയ നിലപാടില്ല. ക്ഷമിക്കണം. ഒരുപക്ഷെ അത് ഭയങ്കര പാടാണ്. പക്ഷെങ്കിലും ദൈവനാമത്തിൽ ക്ഷമിക്കുക. അങ്ങനെ ദൈവനാമത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ കർത്താവ് ആരാണെന്ന് നമ്മളറിയും. ഈ ഒരു വണക്കമാസ പ്രാർത്ഥനയിലായിരിക്കുന്ന നമുക്കും നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം ഒരു ജപമാല വീട്ടിൽ ചൊല്ലുമ്പം അതിന് തത്തുല്യമായിട്ട് പുറത്തൊരു നന്മ ചെയ്യാനായിട്ടുള്ളൊരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് സ്പിരിച്വാലിറ്റി നമുക്ക് വർദ്ധിക്കുവാനായിട്ട് ശ്രമിക്കാം. ഉടമ്പടിയിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. 20% പ്രാർത്ഥിക്കുകയും 80% ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഈ ആധ്യാത്മികതയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ദൈവം ആശീർവദിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് നമ്മുടെ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്, അതും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ബൈബിൾ വായന, നമ്മുടെ കുടുംബ പ്രാർത്ഥന, അത് നമ്മുടെ ശക്തിയാണ്. ഒരുപക്ഷെ ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതാണ്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തിയും ബലവും. അത് കർത്താവിൻ്റെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ഡിസിഷൻ്റെ സമയത്തും ഒക്കെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉപവാസവും പ്രാർത്ഥനവും പ്രായശ്ചിത്തവും. ഒപ്പം തന്നെ എൻ്റെ ജീവിതം വെച്ച് എൻ്റെ ദൈവിക ഓർമ്മകൾ എന്തൊക്കെയാണെന്നുള്ളത്, എൻ്റെ ജീവിതം വെച്ച് എത്ര പേർക്ക് ഈ 30 വർഷം അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ച് ഇത്രയും വർഷം എൻ്റെ വീട്ടിലും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മക്കൾക്കെന്നല്ലാതെ ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയുവാനോ അല്ലെങ്കിൽ ഒരാളെങ്കിലും എൻ്റെ ജീവിതം വെച്ച് ദൈവത്തിന് നന്ദി പറയാനോ ഇട വന്നിട്ടില്ല എങ്കിൽ ദൈവത്തിന് മുൻപിൽ നമ്മൾ ഇനിയും മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു മാറ്റത്തിന് ഈ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ശക്തിയാവട്ടെ. ഈ ഉടമ്പടി പ്രാർത്ഥന നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരളണമേ. ശരിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ പ്രതാപത്തോടു കൂടി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യമായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ,
ഞങ്ങൾ ഈ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ട് ബലം ചെയ്യുവാൻ അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ഈ ദൈവശരണമെന്ന പുണ്യമുണ്ട് വർദ്ധിപ്പിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമേ. സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയം. ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ നിയോഗങ്ങൾ ദൈവമാതാവിന് സമർപ്പിക്കാം. തോമസ് കുരിശുങ്കൽ ജോലിക്ക് പോകുന്നതിനുള്ള മടി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ, ദൈവവിശ്വാസത്തിൽ ജീവിക്കാൻ, പകർച്ചവ്യാധിയിൽ നിന്ന് സംരക്ഷണം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമല, എനിക്ക് സെപ്റ്റംബർ 1, 2024 മുൻപ് പാലായിൽ ജോലി ചെയ്യാൻ, സഹോദരങ്ങളുടെ ജോലി തടസ്സം മാറി ജോലി ലഭിക്കുവാൻ, കുടുംബസമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമല, കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിന്, ആലീസ് ആൻറ്റി എത്രയും വേഗം സൗഖ്യം കിട്ടാൻ, അമ്മയുടെ കഴുത്തിൻ്റെ പിന്നിലെ തടിപ്പും നീരും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈസമ്മ ജോർജ്, രോഗസൗഖ്യം, ക്യാൻസർ പൂർണ്ണമായി മാറുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ ആൻ്റണി ഇലഞ്ഞിമറ്റം, എൻ്റെ മകൻ ജോലിയിൽ ഉറച്ചു നിൽക്കാനും മകൻ്റെ ജോലി തടസ്സം മാറാനും കടം മാറാൻ കെട്ടിടം പണിയാനുള്ള തടസ്സം മാറാൻ വേണ്ടി നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലുന സുനിൽ ചാരങ്കാട്ട് തുമ്പോളി, അമ്മയുടെ തൈറോയ്ഡ് അസുഖം മാറാൻ, അച്ഛൻ്റെ അങ്കിളിൻ്റെ മദ്യപാനം മാറിക്കിട്ടാൻ, കുടുംബസമാധാനവും സാമ്പത്തിക തടസ്സങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീലാവ മാത്യു കണിപ്പാൽ, 2025 മെയ് 15 ഡെങ്കു അയർലൻഡിൽ ഒരു ഭവനം നീനു ഉടമ്പടി പുതുക്കൽ നടക്കുന്നു. ജുഗിൻ്റെ അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനി ജോർജ്, തോംസൻ്റെ സംസാരശേഷിയും രോഗസൗഖ്യവും പ്രിൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് കുരിശുങ്കൽ തൈക്കൽ, സ്ഥിരമായി ജോലി, വീട്, സ്ഥലം ലഭിക്കുന്നതിനും കുടുംബസമാധാനം കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിത അർത്തുങ്കൽ, കുടുംബസമാധാനം, മക്കൾ വിശ്വാസത്തോടെ ജീവിക്കുവാൻ വേണ്ടിയും കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോയ്സ്, കടപ്പുറത്ത് വീട്ടിൽ തൈക്കൽ, കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും കുടുംബസമാധാനം കിട്ടുവാനും വിശ്വാസത്തോടെ ജീവിക്കുവാനും ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബിൻ, വിദേശത്ത് ജോലി, കുടുംബം ദൈവവിശ്വാസത്തിൽ വളരുവാനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സംബന്ധമായ അസുഖം മാറിക്കിട്ടുന്നതിന് വേണ്ടി നിയയ്ക്ക് ജോലിയിൽ നല്ല ഒരു പ്രോജക്റ്റ് കിട്ടുന്നതിനും ജിയോയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ ജിയോജി, കടവങ്കൽ അർത്തുങ്കൽ, ഭർത്താവിൻ്റെ ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കുന്നതിനും മകൻ കേൾവി സംസാരം ലഭിക്കുന്നതിനും അനുജൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോഫി ആൽബിൻ, ഫോർട്ട് കൊച്ചി, മകൻ ആൻഡ്രിന് ജോലി ലഭിക്കുന്നതിനും മകൻ അലന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറുന്നതിനും
ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ ജോർജ് തോട്ടത്തുശ്ശേരി പയ്യാളം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മാറ്റിത്തരണമേ. ഹൃദയത്തിൻ്റെ വാൽവുകളുടെ അസുഖങ്ങൾ മാറ്റിത്തരണമേ. നിലം നല്ല നിലയിൽ വിൽക്കാൻ അമ്മ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്സി മകന് വിസ ലഭിക്കുവാനും മകന് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോമിൻ മാത്യു അയർലൻഡ്. മെയ് 13 ആഗ്രഹിച്ച് ജോലി ലഭിക്കാനും ഭാര്യയുടെ രോഗസൗഖ്യത്തിനായും ദൈവഭയമുള്ള ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെറി ജെയിൻ തോമസ് തോപ്പിൽ. നഷ്ടപ്പെട്ട പാസ്പോർട്ട് ലഭിക്കുവാനും OET എക്സാം പാസ്സാകാനും ആത്മീയമായി വളരുവാനും നല്ല ഹോസ്പിറ്റലിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജാൻസി വിൻസെൻ്റ് മാത്തുമ്പൽ. എബിക്ക് ജർമ്മൻ വിസ ലഭിക്കാൻ, എബിക്ക് ജർമ്മനിയിൽ നല്ല ജോലി ലഭിക്കാൻ, ഹെലനും എബിക്കും നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോൾ കുരുവിള ഇലവൻകുടി. മകൻ പോളിൻ്റെ ജോലി തടസ്സം മാറി നല്ല ഒരു ജോലി ലഭിക്കാൻ, പോളിന് അനുയോജ്യമായ വിവാഹം നടക്കാൻ, ബിനുവിന് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൻലിൻ എഡ്വേർഡ്. അൻലിൻ്റെ കോഴ്സ് അടയ്ക്കുവാൻ കൊടുത്തിരിക്കുന്നത് വരെ കോഴ്സ് അടച്ചിട്ടില്ല. സ്പോൺസർഷിപ്പ് കിട്ടുന്നതിനും അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. എഡ്വേർഡിൻ്റെ അമിതമായ മൊബൈൽ അഡിക്ഷൻ ഉണ്ട്, അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സേജ ആൻഡ് ഫാമിലി. കുടുംബാനുഗ്രഹം ലഭിക്കാനും കുടുംബത്തിലെല്ലാവർക്കും ആയുസ് ആരോഗ്യം ലഭിക്കുന്നതിനും സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിൻസി ഫാമിലി. ആരോഗ്യം, സമൃദ്ധി, കുടുംബത്തിൽ സമാധാനം, മക്കളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ലാര ഫാമിലി. അനുഗ്രഹിച്ചതിന് നന്ദി. സഹോദരിയുടെ വിവാഹം, നല്ലൊരു ജോലി, കുടുംബത്തിൽ ആരോഗ്യവും സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് ഫാമിലി. കുടുംബത്തിൽ സമാധാനം, കുടുംബത്തിൽ സമൃദ്ധിയും ആരോഗ്യവും, ഭർത്താവിൻ്റെ പ്രമോഷൻ്റെ തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സെലിൻ പോൾ തിരുവനന്തപുരം. സ്ഥലവിൽപ്പന, നിശ്ചയിക്ക ഭവനം, കുടുംബസമാധാനവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാധാമണി പീരിമേഡ്. കുടുംബസമാധാനം, മകൻ രതീഷിൻ്റെ സ്വഭാവ രൂപീകരണം, കടബാധ്യത എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീനു ദുബായ്. നഷ്ടപ്പെട്ട ജോലിയുടെ സ്ഥാനത്ത് മറ്റൊരു നല്ല ജോലി ലഭിക്കുന്നതിനും സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫെബിയാന കൊല്ലം. മകൾ ആൻ പിയോ വിൻസെൻറ്റിൻ്റെ നാളത്തെ നീറ്റ് എക്സാം ഉയർന്ന സ്കോറിൽ പാസ്സാവുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിനി UK. കോട്ടയം ഒളശ്ശിലെ 5 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രമീണ കൈനടി. എൻ്റെ എല്ലാ ആവശ്യത്തിനും വേണ്ടിയും അമ്മ ഇടപെടുന്നതിന് വേണ്ടിയും അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു,
അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാമത്തെ രഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഏലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ബേബി എഴുപുന്ന വിദേശത്തായിരിക്കുന്ന മകൻ മകൾക്ക് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നൈബി ചെത്തി ജോലിയിൽ കയറ്റവും ഭാവി സുരക്ഷിതവും സംരക്ഷണവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലോമിന എരമല്ലൂർ പങ്കാളിക്ക് ശരീര അസുഖം മാറുന്നതിനും മകനെയും മരുമകളെയും 2 കുഞ്ഞുങ്ങളെയും പൂർണ്ണമായി സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി അനുജത്തിക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കാനും മകളുടെ പരീക്ഷാ വിജയത്തിനും പങ്കാളിയുടെ ദുശ്ശീലങ്ങൾ തീരാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിന്നമ്മ ചാക്കോ അനുജത്തിയുടെ ഭർത്താവിന് ബിജോയ്ക്ക് UK പോകുവാനും സ്റ്റോക്ക് സൗഖ്യം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ രോഗപീഠകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ വിശ്വാസത്തിൽ വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയച്ചൻ USA എൻ്റെ മകളുടെ അവൻ്റെ അമ്മയുടെയും അനുഗ്രഹങ്ങളെ സാധിച്ചു തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജോലിക്ക് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് USA വ്യവസായ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും കുടുംബ സമാധാനത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീല ദിവാകരൻ പൂനെ എൻ്റെ മകന് ഗ്ലോബൽ ഹെഡ് ഓഫ് കസ്റ്റംസിൽ സപ്പോർട്ട് ആയി ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ ഫ്ലാറ്റ് വിൽക്കാനുള്ള പേപ്പർ ക്ലിയർ ചെയ്യുവാനും ദിനേശ് സർവദേവ് ഏറ്റെടുത്ത ജോലി വിജയിച്ച് എൻ്റെ മകന് നൽകുവാനുള്ള പൈസ 7-ാം തീയതിക്ക് മുൻപ് കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗമ്യ ജോസഫ് കോട്ടയം
എൻ്റെ മകൾക്ക് വിവാഹം നടക്കുന്നതിനും മെയ് 4 മുതൽ 12 വരെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ലൂസി ജോർജ്, കോട്ടയം, കേസിൽ കിടക്കുന്ന വസ്തു തീർപ്പായി കിട്ടുവാനും ആധാരം നടത്തി തരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനും പങ്കാളിയുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഷ മോൾ, കോട്ടയം, കുടുംബസമേതം UK-യിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ഞാൻ വയ്ക്കുന്ന UK-യിലെ വിസ തടസ്സം കൂടാതെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പങ്കാളി കുളിക്കുന്ന നേരത്ത് വളരെ അധികം സമയം ചെലവഴിക്കുന്ന സമയം എടുക്കുന്നു, അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത, കണ്ണൂർ, 1 വർഷത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോകുന്നു, സംരക്ഷണം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുട്ടിൻ്റെ രോഗാവസ്ഥ മാറാനും വയറ്റിലെ കൊഴുപ്പ് മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിനി ജോസ്, പൂനെ, റാണി, അബ്രിൻ്റെ ജോസ്, ജോലിയിലെ പ്രയാസം മാറി സ്ഥിരമായി നിൽക്കുവാൻ, അബ്രിൻ വിവാഹം നല്ല രീതിയിൽ നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. USME പാസ്സാകുവാനും US-ലെ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോമ ജോസ്, അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ രജിസ്ട്രേഷൻ ശരിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിയുടെ ശാപവും മാറുന്നതിനും ബോംബെ വീടിൻ്റെ കടങ്ങൾ പ്രശ്നങ്ങൾ ശരിയാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ്റണി ഗിനീഷ്, കടബാധ്യത മാറുന്നതിനും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻഷയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ജിൻസിൻ്റെ പുകവലി മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണ ചാക്ക, പുതുവീട്ടിൽ, ജർമ്മൻ ഭാഷയിൽ വിജയം വരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജേക്കബിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും പരിശുദ്ധാത്മാവിനെ നിറയാനും അഭിഷേകം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസ് ആഞ്ചലോ, എൻ്റെ മൊബൈലായ അഡിക്ഷൻ മാറുന്നതിനും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പഠനത്തിനും ഒരുപാട് സമയം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഖിലിലെ ഷാജി, അഭിഷേകിൻ്റെ മെയ് 9 നടക്കുന്ന 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നതിനും ആകാശിൻ്റെ ഓട്ടിസത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൈജിൻ്റെ ഹൃദയാവസ്ഥ സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറുന്നതിനും പൂർണ്ണമായി സുഖപ്പെടുത്താനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബ്രഹാം, ശാന്തി ഭവൻ, കലവൂർ, ഷാരൂരിന് ദുബായിൽ ജോലി ഉയർച്ച ഉണ്ടാകാനും വേണ്ടി നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ASP CSP പരീക്ഷകൾ പാസ്സാകുന്നതിനും ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദിത്യ, തൃശ്ശൂർ, നല്ല കോളേജിൽ പഠിക്കാനുള്ള മനസ്സ് ഉണ്ടാകുവാനും മ്ലേച്ഛമായ വിഷയാശിയിൽ നിന്ന് വിടുതൽ കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീപ ജോർജ്, കൊല്ലം, ഇസ്രയേൽ വിസ എത്രയും വേഗം ശരിയായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീര സുഖം തരണമേ, കേസ് ജയിച്ച് കിട്ടുവാനും ഉള്ള കേസിൽ എത്രയും വേഗം തീർപ്പ് കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂജ ജോബി, കൊല്ലം, പൂജയ്ക്ക് നല്ലൊരു ജോലി കിട്ടാനും ശരീരസുഖങ്ങൾ മാറുന്നതിനും അസുഖങ്ങൾ ഇല്ലാതെ ഇരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോൺസൽ ടൈൽസ്, വടക്കൽ, കോൺസൽ ടൈൽ രോഗസൗഖ്യം കിട്ടുന്നതിനും ലില്ലിക്ക് രോഗസൗഖ്യം കിട്ടുന്നതിനും കുടുംബ സമാധാനം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാജു ജോൺ, മെയ് 24 ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിലെ എല്ലാവർക്കും സംരക്ഷണം നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയലിൻ തോമസ്, B1 ജർമ്മൻ എക്സാമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2024 സെപ്റ്റംബറിൽ ഇൻഫ്ലൈറ്റ് ജർമ്മനിയിലെത്തി പോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി സ്നേഹത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജർമ്മൻ ഭാഷാ പരീക്ഷ അലൻ സോൺ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസിൻ്റെ വിവാഹം നന്നായി നടക്കുവാനും കടബാധ്യതകൾ മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ജോബി ജോസഫ് ചെമ്പകപ്പാറ. കുടുംബങ്ങളെല്ലാം തിന്മയുടെ ശക്തിയിൽ വെടിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ മഴ ലഭിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുമോളെ മാമുദിസ മാതാവിന് ഇഷ്ടമുള്ള രീതിയിൽ നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെയ്നി സെബാസ്റ്റ്യൻ പുൽപ്പള്ളി. ജോലിക്ക് അപ്രൂവൽ കിട്ടാനും ശമ്പളം കിട്ടാനും ചേട്ടായിക്ക് ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീപയുടെ രജിസ്ട്രേയും കുടുംബം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് ആമൾ സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. സുധീഷ്മ കോഴിക്കോട് BS കമ്പനിയിൽ ഹോംവർക്ക് ചെയ്ത് എത്രയും വേഗം 34 വയസ്സ് മുമ്പ് സ്നേഹിച്ച ചെറുക്കനെ ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീത്തമ്മ കരിക്കുന്നം മകൻ അജി തോമസ് UK ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജുവിൻ്റെ മകൻ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീസ കണ്ണൂർ മകൻ അബ്രഹാം ബാബു MBBS UK ലഭിച്ച് ഇന്ത്യയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ശരീര സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൻ വിജോയ് ബാബു കാനഡയിൽ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി രാജു ആലുവ കടബാധ്യത മാറുന്നതിനും കുടുംബ സംരക്ഷണം ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ സ്ഥിരത ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. റോയി ME ആലുവ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിൻ റോയി ആലുവ സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോളി ഓസ്ട്രേലിയ മകൻ ക്രിസ്റ്റിയ മോളുടെ ക്രിസ്തീയമായ മലയാളിയുമായി വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പങ്കാളിക്ക് രോഗസൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പഠനം പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാലി ഓസ്ട്രേലിയ ജീവിത പങ്കാളിയുടെ ദുശ്ശീലങ്ങളായ മദ്യാസക്തി പുകവലി മോചനം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ലൈൻ യേശുവിലെ വിശ്വാസമുള്ള പങ്കാളിയായി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ രോഗാവസ്ഥയ്ക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സതീഷ് തോമസ് വേണി ജൂൺ 21 UK പരീക്ഷ വിജയിക്കുവാനും വീട് സ്ഥലവും വിൽക്കുവാനും കൊച്ചുമകൾക്ക് നഴ്സസ് എക്സാമിനേഷൻ പാസ്സാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈസ തോമസ് പരിശുദ്ധാത്മാവിനെ നിറയാനും കുടുംബ സമാധാനവും സംരക്ഷണവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചു ത്രേസ്യ ജോസ് കൊരട്ടി മകളുടെ വിവാഹം നടക്കുവാനും ജോസി സോറിയാസ് അസുഖത്തിൽ നിന്നും പൂർണ്ണമായും മാറുന്നതിനും ജോസ് മദ്യപാനം ഉപേക്ഷിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോൾഡ് ജോസഫ് മരിയാലയം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടിവെള്ളം കുഴൽ കിണർ കിട്ടുന്നതിനും ഞങ്ങളുടെ കടബാധ്യതകൾ മാറുന്നതിനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഡെയ്സി പൗലോസ് ചെട്ടിക്കാട് ദൈവവിശ്വാസം വർദ്ധിക്കുന്നതിനും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നല്ല വിഷയമെടുത്ത് ഉന്നത വിജയം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനും കുടുംബത്തിൽ ഉയർന്ന വരുമാന മാർഗം കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. റോസമ്മ ആൻ്റണി കാക്കനാട് ആൻ്റണിക്ക് ആൻസി ഞങ്ങളുടെ കുടുംബം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാനും ആൻ്റണി റോസമ്മയെ ദാമ്പത്യ ജീവിതം പുനഃസ്ഥാപിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീറ്റ് പരീക്ഷ പാസ്സാകുവാനും വിവാഹം നടക്കുവാനും രോഗസൗഖ്യം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റീൻ അമ്പലത്തിങ്കൽ എറണാകുളം ഞങ്ങളുടെ വീടും സ്ഥലത്തിനും എതിരെ കൊടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ തള്ളിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പപ്പയ്ക്ക് പുതിയ ജോലി വർക്ക് ലഭിക്കുവാൻ പപ്പയ്ക്ക് കാശ് കൊടുക്കാനുള്ളവർക്ക് കാശ് കൊടുക്കുവാൻ തോന്നിപ്പിക്കണമേ. അക്ഷയ കുരിശിങ്കൽ അപ്പച്ചൻ്റെ ജോൺ മദ്യപാനത്തിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും വിടുതൽ കിട്ടുവാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി ലഭിക്കുവാൻ അക്ഷയ കുരിശിങ്കൽ
ജീവിക്കുന്നവന് പഠിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ ജെസ്സിയുടെ ആരോഗ്യത്തിനും പുറം വേദന മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവ ചാക്കോ മറ്റാർ കാലടി കടബാധ്യത മാറിക്കിട്ടുവാനും രോഗസൗഖ്യത്തിനും സ്ഥലം കച്ചവടം നടത്തുന്നതിനും ബിന്ദു ജോർജ് എറണാകുളം ജോലി നഷ്ടപ്പെടാതെ വീടിൻ്റെ അടുത്ത് സ്ഥലം മാറ്റം കിട്ടുവാനും ജോലി സ്ഥലത്ത് ശത്രുപീഡകൾ മാറുവാനും ജോലി മേഖലയെ സമാധാനം കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ഈ ദൈവങ്ങളെല്ലാം അമ്മ വഴി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ മാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ
ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. പത്മിനി കാഞ്ഞിരപ്പള്ളി. വീട് പണി പൂർത്തീകരിച്ച് തന്നതിന് നന്ദി. മകൻ്റെ അസുഖം മാറ്റി തന്നതിന് നന്ദി. മകളുടെ വീട്ടിലെ പ്രശ്നം മാറുവാൻ. ബെർണാഡ് കൊല്ലം. ദീർഘായുസ്, ആരോഗ്യവും ജോലി തടസ്സങ്ങൾ മാറുവാനും കടബാധ്യതകൾ മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻസി ജോർജ്. ജോലിയിൽ പെർഫോം ചെയ്യാനും UK-യിൽ നഴ്സിംഗിന് ജോലി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജു ജോസഫ്, തെറ്റാലിയിൽ UK. ജോലിയിൽ നല്ല പെർഫോമൻസ് കിട്ടാനും UK-യിൽ ജോലി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമല ജോസഫ്, ബിനിൽ ബാബു മാളിക്കൽ. അമല ജോസഫിന് കുട്ടികൾ ലഭിക്കാനും ബിനിൽ ബാബു ജോലി പെർമനൻറ്റ് വിസ, ബിനിയ ബാബു സ്ഥിരമായി ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാലി ജോസ്. കുടുംബാംഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുവാനും മകളുടെ ജീവിത പങ്കാളിയെ വെളിപ്പെടുത്തി തന്ന് മെയ് മാസം തന്നെ വിവാഹം നടക്കുവാനും കുടുംബത്തിൽ എല്ലാവർക്കും മാനസിക ശാരീരിക ആരോഗ്യം ലഭിക്കുവാനും അമ്മയുടെ സംരക്ഷണത്തിന് പ്രാർത്ഥിക്കുന്നു. ഷാല അലോഷ്യസ്, തഴുപ്പറമ്പിൽ, കുമ്പളങ്ങി. സ്വീഡനിലുള്ള എൻ്റെ സിസ്റ്റർ ചേച്ചിയുടെ കാലുവേദന മാറിക്കിട്ടുവാനും അനുജത്തി മോളുടെ നഴ്സിംഗ് പഠനം നന്നായി പോകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലീന സനീഷ്, പ്രത്യേമുതുകാട്ടിൽ, കണ്ണൂർ. വയറ്റിലെ മുഴ സൗഖ്യപ്പെടുവാനും കടബാധ്യത മാറിക്കിട്ടുവാനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റബേക്ക പ്രിയേഷ്, പ്രത്യേക്കാട്ടിൽ, ആലപ്പുഴ. കുഞ്ഞ് ഇതുവരെ കമിഴ്ന്നു വീണിട്ടില്ല. വീടും സ്ഥലവും പേരിലാക്കുവാനും മക്കൾക്ക് ജോലി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനി ജോസഫ്, കയ്യാല, കൊരട്ടി. ദൈവഭക്തിയിൽ നിലനിൽക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗിക്ക് സഹിക്കുവാനുള്ള ശക്തി നൽകുവാനും മക്കളുടെ PR വിസയും ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിൻഡു ജോസഫ്. ജർമ്മൻ വർക്ക് വിസ 4 മാസത്തിനകം കിട്ടണം. ജൂഡ് സംസാരശേഷി ഉണ്ടാകണം. അമ്മയുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്മേരി ബേബിച്ചൻ, കണ്ടങ്കയം, ആലുവ. ജോലിയുടെ തടസ്സം മാറുവാനും വീടിൻ്റെ മുൻവശത്തെ സ്ഥലം പെട്രോൾ പമ്പിൻ്റെ വാടക കൊടുക്കുവാനും ടോമി മാത്യു ഈശോയിൽ വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോമി മാത്യു, കെവിൻ. ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനും സാമ്പത്തിക ഭദ്രത, കാനഡ PR വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനൻ മാത്യു, കെവിൻ. മുട്ടുവേദന, നടുവേദന സുഖപ്പെടണം. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി ലഭിക്കണം. കടം വീട്ടി സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി വർഗീസ്, കുന്നേൽ, കോഴിക്കോട്. നൈന വർഗീസ്, അയർലൻഡിൽ വീട് വേണം. ജോസി, വിസ വരണം. സോന, OET പരീക്ഷ വിജയം എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി വർഗീസ്, കുന്നേൽ, കോഴിക്കോട്. വർഗീസ് മാനസാന്തരപ്പെടുവാനും മദ്യപാനം മാറിക്കിട്ടുവാനും മാനസാന്തരത്തിന് വേണ്ടിയും കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജീൻസ്. ഭർത്താവിൻ്റെ ചേട്ടൻ നന്നായി ജീവിക്കുവാനും കടം മൊത്തം മാറാനും ജോലിക്ക് പോകാനും അമ്മയുടെ രോഗം മാറാനും അലൻ എന്ന മകൻ്റെ അസുഖം മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജയമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദേവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച ശമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടി നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അമ്മ മാതാവേ, ഈ അപേക്ഷകൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഷീബ മാത്യു പൊട്ടിക്കനൽ, ഞാനും ഭർത്താവും മെയ് 6 അയർലൻഡിലേക്ക് പോകുന്നതിനും മാതാവിൻ്റെ കൃപയും അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ ഡെലിവറിയുടെ 15-ാം തീയതി സുഖപ്രസവമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യം സൗഖ്യവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലി ജോസഫ്, കുറവിലങ്ങാട്, ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിന്, മദ്യപാനം കുറയുന്നതിന്, നല്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുന്നതിനും പ്രാർത്ഥിക്കുന്നു. ഷാലി ജോസഫ്, കുറവിലങ്ങാട്, ഉദ്ദിഷ്ടകാര്യത്തിനും ദുശ്ശീലങ്ങളായ മദ്യപാനം മാറുന്നതിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലി ജോസ്, കുറവിലങ്ങാട്, സാമ്പത്തിക ഉയർച്ചയും നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുന്നതിനും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുമിത എസ്, പാലക്കാട്, മകൻ്റെ തൊണ്ടയിലെ തടിപ്പ് സ്കാൻ ചെയ്യുമ്പോൾ കുഴപ്പം ഒന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഒന്നും ഇടവരുത്തരുത്. സ്മിതയുടെ വേദന മാറാനും ടെസ്റ്റ് നോർമൽ ആകാനും പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ മാറുന്നതിനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ മാത്യു, കൊല്ലം, കടഭാരം മാറുന്നതിനും സാമ്പത്തിക മേഖല അനുഗ്രഹിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാനഡയിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവിനെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനിയൻ്റെ ഫോൺ ഉപയോഗം കുറയ്ക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര്യ, തിരുവനന്തപുരം,
എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവിന് ഗൾഫിൽ പോകാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ വേദനയും നടുവേദനയും എല്ലാ അസുഖത്തിൽ നിന്നും മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിൻസി ആൻ്റണി, എറണാകുളം. എൻ്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കടബാധ്യത മാറുന്നതിനും അപ്പച്ചൻ്റെ ഓപ്പറേഷൻ പൈസ റെഡിയാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതി ജോസഫ്, റാങ്കിൽസിൽ ജോലി ലഭിക്കുന്നതിനായി നേഴ്സായി ജോലി ചെയ്യുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസായ എനിക്ക് അസുഖം കുറച്ച് ഒരു കുഞ്ഞിനെ തരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്നതിനും ബാങ്കിൽ നിന്ന് എടുത്ത കടം മുഴുവൻ അടയ്ക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് നല്ല ഭവനം പണിയുവാനും സാമ്പത്തികം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷൈനി ജോയ്, ഏലൂർ. എൻ്റെ ഭർത്താവ് മകനും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തുവാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സോഫിയ തോമസ്, ഗുജറാത്ത്. ജിബുവിൻ്റെ വിവാഹം നടക്കുവാനും ജോബിനും ജീവനും ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയമാൻ മോൾക്ക് അസുഖങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിത ശ്രീനിവാസൻ, തൃപ്പൂണിത്തറ. സ്ഥിരം ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ തിരിഹിതം നിറവേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിലി ജോസ്, വിനയ ജോസ്. കുടുംബസമാധാനം ലഭിക്കുന്നതിനും വിനയ്ക്ക് ജോലിയും വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസൺ, വിമല വിവാഹം നടക്കുവാനും ലിലി ജോസ് പൂർണ്ണ സഭയ്ക്ക് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജേക്കബ്, മെയ് 9 ജന്മദിനം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റ് സെൻഡാക്കി ഗ്രേസ് മാർക്ക് നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംസാര തടസ്സം മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലതുപോലെ പഠിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയൽ ടോമി, പുതുപ്പറമ്പിൽ. ഇന്ന് നീറ്റ് പരീക്ഷ നല്ലതുപോലെ എഴുതുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 680 മാർക്ക് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനും ഷാജിൻ്റെ ജർമ്മൻ ഭാഷ പഠിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷ, പാങ്കോട്. 54 സെൻറ്റ് സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോന് സ്ഥിരമായി ജോലി ലഭിക്കുവാനും എൻ്റെ മോൾക്ക് ക്യാൻസറായിരുന്നത് ഇനി ഉണ്ടാകാതിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനഘ, കൊല്ലം. മണികണ്ഠൻ മോൻ്റെ ഇന്ന് നടക്കുന്ന സ്കാനിങ്ങിൽ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാശിമോൻ്റെ ഇന്നത്തെ ചെക്കപ്പിൻ്റെ ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരസുഖവും അപ്പയുടെ RCC സ്കാനിങ് റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സാറ, പുളിമോട്. റോബിലിൻ്റെ മുഴ ഓപ്പറേഷൻ കൂടാതെ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണിൻ്റെ പ്രശ്നങ്ങൾ മാറുവാനും പ്രാർത്ഥിക്കുന്നു. ബോബിക്കും ലെറിക്കും ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹമോളുടെ വിവാഹം നടക്കുവാനും കൃപയാൽ വളരുവാനും വിസ കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിത്ര സുനിൽ, കോട്ടയം. 2024 ഡിസംബറിനുള്ളിൽ എനിക്ക് PSC നിയമനം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. മെയ് 19 നടക്കുന്ന പ്രോമെട്രിക് എക്സാമിനേഷൻ രമ്യ കെ പ്രസാദിന് വിജയം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിപിൻ മോഹൻലാൽ, UK വിസ ലഭിക്കുവാനും വിവാഹം ബിപിനും രാധുവിനും പരസ്പരം സ്നേഹത്തോടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിപിന് പാർട്ട് ടൈം ജോബ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പിളി KK, സ്നേഹഭവൻ. അമ്മേ, എൻ്റെ മകൻ 7, 8, 10 തീയതികളിൽ
പരീക്ഷയാണ്. അവന് വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ നിയോഗങ്ങളും നടത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗം അമ്മ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രചിത ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും അതുമൂലമുണ്ടായ ആക്സിഡൻ്റ് നിയോഗം മാറുന്നതിനും കേസ് യാതൊരു കുഴപ്പവുമില്ലാതെ തീരുന്നതിനും അമ്മ പ്രാർത്ഥിക്കണമേ. ബിന്ദു സുജാത തൃശ്ശൂർ, അമ്മയുടെ സ്കാൻ 7/5 സൗഖ്യത്വം കിട്ടാനും റിസൾട്ട് നോർമലാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുജത്തിയുടെ പരീക്ഷ അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേരി കുഞ്ഞ് ഓസ്ട്രേലിയ, എനിക്ക് ക്യാൻസറാണ്. അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും ശരീരത്തിൻ്റെ അസ്വസ്ഥത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കൾക്ക് നന്നായി പഠിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ മാനസിക അസ്വസ്ഥത മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെനിറ്റ ഷിൻഡോ, എൻ്റെ മകളുടെ അലർജി മാറുവാനും പ്രാർത്ഥനയിൽ കൂടുതലായിരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. UK ഞങ്ങളുടെ കൂടെ അമ്മ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലില്ലി തമ്പി, എൻ്റെ മൂത്ത മകൻ UK അവനൊരു ജോലി നൽകി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ വഴി ഇല്ലാതെ 38 വർഷമായി പ്രാർത്ഥിക്കുന്നു. അത് അമ്മ മാതാവ് സാധിച്ചു തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ലിൻസോന് ജോലി ചെയ്യാനും ആരോഗ്യം കിട്ടുവാനും അനുജത്തിയുടെ മുടി വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ രാജു, കാഞ്ഞിരപ്പള്ളിയിൽ മകളുടെ മാനസാന്തരവും തിരിച്ചു വരവും വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാശി മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളി VP, പെരുമ്പാവൂർ, ചേച്ചിയുടെ മകൻ്റെയും മകളുടെയും കുടുംബ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ മകൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ സിറിലിൻ്റെ കടം വിവാഹം കാനഡയിൽ എൻ്റെ മകളുടെ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ആമിക്ക് വീട് കടങ്ങൾ തീരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വിൻ B, തിരുവനന്തപുരം, ക്രിക്കറ്റ് ഇന്ത്യ ടീമിൽ കളിക്കാനായിട്ട് അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായും പപ്പയുടെ കഷ്ടങ്ങൾ മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം അമ്മ വഴി സമർപ്പിക്കുന്നു. അമ്മ മാതാവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ മാതാവ് തൻ്റെ ദിവ്യകുമാരൻ്റെ 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അമ്മ മാതാവേ, ഈ രഹസ്യം സമർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആയുസ്സും ആരോഗ്യം നീട്ടിക്കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനിപ്പോൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ബുക്കുകളും, അച്ഛൻ എഴുതുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും എഴുതാനുള്ള കൃപ തരണമേ, കൃപ നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ക്ലിൻ്റൺ അച്ഛനെ സമർപ്പിക്കുന്നു. അച്ഛൻ പറയുന്ന സാക്ഷ്യങ്ങളെയും ലോകം മുഴുവൻ കേൾക്കാനും വേണ്ടിയിട്ടും എല്ലാ മക്കളും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ വളരുവാനും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ ഉടമ്പടിയെടുത്ത എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെയും ഉടമ്പടിയിലൂടെ എടുത്ത മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അതുപോലെ ഉടമ്പടി പുതുക്കിയ മക്കളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അവിടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിത്തോട്ടിലെ നൈതൻ മിഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടെ നടക്കുന്ന എല്ലാ മേഖലകളിലെയും എല്ലാ ജോലികളെയും അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ കിച്ചൺ മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം നൽകി അവരെയെല്ലാം അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇതെല്ലാം അമ്മ വഴി എത്രയും വേഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചൊല്ലണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യനായിരിക്കുന്ന വിശുദ്ധ മിഖായേല്, ദൈവദന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റഫയേല്, മഹാത്മായ വിശുദ്ധ ഔസേപ്പ്, ശിഖന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാന്, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 6-ാം തീയതി ദേവാലയത്തിൽ ദേവമാതാവിൻ്റെ നടപടി. 1. മറിയം സർവേശ്വരനെ ആഗ്രഹിച്ചു നടന്നു വന്നു. 2. സർവേശ്വരന് മാത്രം വിചാരിച്ചു വന്നിരുന്നു. 3. സർവേശ്വരനെക്കുറിച്ച് മാത്രം വേല ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം എല്ലാ വക ആശിഷുകളും നിറഞ്ഞ പൈതലായ മറിയം രഹസ്യജീവിതം കഴിപ്പാൻ ദേവാലയത്തിൽ പോയിരുന്നതുപോലെ നാമും അവിടെ പോയി ആ പൈതലിൻ്റെ ഉത്തമ നടപടി കണ്ടുപിടിക്കേണ്ടതാകുന്നു. ദേവാലയം ദൈവപരികർമ്മത്തിന് മാത്രമുള്ള സ്ഥലമെന്നറിഞ്ഞ് ഇടവിടാതെ സർവേശ്വരനെ മാത്രം ആഗ്രഹിച്ചും നിരൂപിച്ചും തൻ്റെ സകല പ്രവൃത്തികളും കൊണ്ട് ദൈവത്തിന് തൻ്റെ മേൽ പ്രിയം വരുത്തണമേ എന്ന് ആലോചിച്ചുകൊണ്ടും ജീവിച്ചു വന്നിരുന്നു. സൂര്യൻ ഉദിച്ചുയരും തോറും അധികമധികം പ്രകാശത്തോടെ വിളങ്ങുന്നത് പോലെ നമ്മുടെ നാഥയും ദൈവസ്നേഹം, എളിമ,
സാധുത്വം, തപസ്, വിനയം മുതലായ പുണ്യങ്ങളാൽ മേൽക്കുമേൽ പ്രശോഭിച്ചു. നാമും ഈ മാതൃകയ്ക്കൊത്ത പോലെ നമ്മുടെ ആത്മാക്കളെ പുണ്യസമ്പത്ത് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കേണ്ടതാകുന്നു. എന്നാൽ എല്ലാവരും ദൈവമാതാവിനെ പോലെ ഒരു വിശേഷ വാഗ്ദാനം ചെയ്ത് തങ്ങളെ സർവേശ്വരന് കാഴ്ച കൊടുത്തേ കഴിയൂ എന്നില്ല. ഈ ഉന്നത ഭാഗ്യം തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവർ ധനം, മാനം, സുഖം ഇവ സംബന്ധിച്ച 3 ആശകളും വർജിച്ച് തങ്ങളെ എന്നേക്കും ഹോമബലിയായി സർവേശ്വരന് കാഴ്ച കൊടുക്കുന്നു. എന്നാൽ നാം ഏത് അന്തസ്സിലും തൊഴിലിലും ആയിരുന്നാലും ദൈവകൽപ്പനയ്ക്ക് തക്കവണ്ണം നടപ്പാനും തപസ്സും ധർമ്മവും രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന മറ്റ് സൽക്രിയകളും ചെയ്യാനും കടപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് ഈ നാൾ വരെയും ആ കടം തക്കം പോലെ തീർന്നിട്ടുണ്ടോ എന്ന് വഴി പോലെ വിചാരിച്ചു നോക്കണം. രണ്ടാമത്, പരിശുദ്ധ ദേവമാതാവ് ദേവാലയത്തിൽ സർവേശ്വരനെ ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ടും സ്നേഹകൃത്യങ്ങളാൽ ഹൃദയത്തിൽ ചേർത്തുകൊണ്ടും ജീവിച്ചു വന്നു. വിശുദ്ധ അംബ്രോസിസ് പറയും പോലെ പരിശുദ്ധ കന്യകാമറിയം ദേവാലയത്തിലായിരുന്നപ്പോഴൊക്കെയും ദൈവരഹസ്യങ്ങൾ അധിക ഭക്തിപൂർവം ധ്യാനിച്ചു കൊണ്ടിരുന്നു. അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. തൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നി എരിഞ്ഞിരുന്നതുകൊണ്ട് സംഭാഷണം എപ്പോഴും ദൈവത്തോട് മാത്രമായിരുന്നു. നാമും ദൈവമാതാവിനെ പോലെ സർവേശ്വരനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ച് ദൈവവുമായി ആത്മീയ സംഭാഷണം നടത്തുന്നത് കൂടാതെ നമ്മുടെ സകല പ്രവൃത്തികളും ദൈവത്തിന് പ്രിയമായിരിക്കണമെന്ന് അഭിലാഷത്തോടെ ചെയ്യുകയും വേണം. മൂന്നാമത്, ദൈവമാതാവ് സർവേശ്വരനെക്കുറിച്ച് മാത്രം വേല ചെയ്തിരുന്നു. ഒരു ക്ഷണനേരമെങ്കിലും വൃഥാ കളഞ്ഞിട്ടില്ല. ജപം, കൈവേല, മതഗ്രന്ഥങ്ങളുടെ വായന, ഇങ്ങനെ ഓരോരോ സൽകൃത്യങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടാണ് വന്നത്. സർവേശ്വരനിൽ നിന്നുള്ള ലഭിച്ചിട്ടുള്ള നിസ്സീമമായ വരപ്രസാദങ്ങൾ മൂലം തൻ്റെ സകല പ്രവൃത്തികളിലും അനിതര സാധാരണമായ ഗുണങ്ങളും പരിശുദ്ധിയും വിളങ്ങിയിരുന്നു. തൻ്റെ ദൈവസ്നേഹം അറുതിയില്ലാത്തതും എളിമ കര കാണാത്തതും തൻ്റെ മനസ്സ് കറയില്ലാത്തതുമായിരുന്നു. ഈ കന്യയുടെ വിസ്മയിപ്പാൻ തക്ക നല്ല മാതൃക നാം കണ്ടുപഠിച്ച് ജീവിക്കേണ്ടതാവുന്നു. ദൃഷ്ടാന്തം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഭക്തന്മാർക്ക് കാലദേശ വ്യത്യാസം കൂടാതെ അനവധി നന്മകൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ നാഥയുടെ ദയയും ബലത്വവും പ്രത്യേക വിധമായി വിളങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ലോരേത്ത് പട്ടണം. പരമനായികയുടെ ഇവിടെയുള്ള ആലയം പോലെ കീർത്തിയുള്ള പള്ളി മറ്റൊരിടത്തില്ലെന്ന് തന്നെ പറയാം. യൂദയ രാജ്യത്തിൽ നസറത്ത് നഗരത്തിൽ പരിശുദ്ധമ്മ മാതാവ് വസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അതിലത്ര മോക്ഷത്തിൽ നിന്ന് ദൈവദൂതനിറങ്ങി പരമനായികയോട് മംഗള വാർത്ത ചൊല്ലിയത് മനുഷ്യരക്ഷയ്ക്കായി ദൈവമാതാവിൻ്റെ ഉദരത്തിൽ പുത്രനായ ദൈവം മനുഷ്യ അവതാരം ചെയ്തതും ആ വീട്ടിൽ വെച്ച് തന്നെ ഈശോ മിശിഹായുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാർ ഔസേപ്പിതാവിൻ്റെയും ദീർഘനാളത്തെ വാസം കൊണ്ട് പാവനമായ ഈ ഗ്രഹം പൂർവകാലം മുതലേ വിശ്വാസികൾ അതിപൂജ്യമായി കരുതി വരുന്നു. പുണ്യവനായ ലൂയിസ് രാജാവ് 1251 ആണ്ടിൽ തീർത്ഥയാത്ര കഴിഞ്ഞ് ഈ തിരുഭവനം നമസ്കരിച്ച് വണങ്ങുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ മറ്റ് മതസ്ഥർക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ട് അനേക നഗരികൾ പിടിച്ചതിൻ്റെ ശേഷം ഈ പുണ്യസ്ഥലം കൂടിയും പിടിച്ച് നിർമൂലമാക്കുവാൻ ഭാവിച്ചതിനാൽ എല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ നിഷ്പ്രയാസം എല്ലാ വക അത്ഭുതങ്ങളും ചെയ്യുന്ന സർവേശ്വരൻ്റെ അന്തിമമില്ലാത്ത വല്ലത്തത്താൽ ഈ തിരുഭവനം
അത് ഇരുന്ന സ്ഥലത്ത് നിന്ന് എടുക്കപ്പെട്ട് ആദ്യം സ്ലാവോനിയ ദേശത്തിലും പിന്നീട് ഇത്താലു രാജ്യത്തിലും ഉള്ള ലോരത്ത് എന്ന നഗരത്തിലും സ്ഥാപിതമായി. ഈ അത്ഭുത കൃത്യം 5-ാം സെലസ്തീനോസ് മാർപ്പാവയുടെ വാഴ്ചക്കാലത്താണ് സംഭവിച്ചത്. അവിടെ കാണപ്പെട്ട ചെറിയ ഭവനം മുമ്പിൽ നസറത്ത് എന്ന നഗരത്തിൽ പൂജ്യതയുടെ വണങ്ങി വന്ന ചെറിയ വീട് തന്നെയെന്ന് വിളിക്കപ്പെട്ടതിൻ്റെ ശേഷം വിശ്വാസികൾ സന്തോഷചിത്തരായി അതിനെ ഏറ്റവും ഭക്തിയോടെ ബഹുമാനിച്ചു തുടങ്ങി. ആ വീട് അധികം ചെറിയതായതും വരുന്ന ജനങ്ങളെ അടക്കിക്കൊള്ളുന്നതിനും പോരാത്തതായും ഇരുന്നതിനാൽ അതിനു ചുറ്റും വിസ്താരമുള്ള പള്ളികൾ പണിയുകയും ചെയ്തു. ഈ തിരുസ്ഥലം വണങ്ങാനായി രാജാക്കന്മാർ മുതലായി അനവധി ജനങ്ങൾ പോകുന്നുണ്ട്. ഈ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ മൂലം ഇപ്പോഴും ശുശ്രൂഷയായ ഈ ദേവാലയത്തിൽ വിശ്വാസികൾ പ്രാപിച്ചിട്ടുള്ള ഉപകാരങ്ങൾ അനുസ്മരിക്കുന്ന അനവധി സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മേൽപ്പറഞ്ഞ വൃത്താന്തങ്ങൾ കേട്ട് ക്രിസ്ത്യാനികളെ, ഈ വീട് കാണാൻ നിങ്ങളും ആശ്രയമുള്ളവരായിരിക്കുമല്ലോ. എന്നാൽ അവിടെ പോകാൻ പ്രയാസമായതുകൊണ്ട് ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി ദൈവമാതാവിനെ വണങ്ങി സ്തുതിച്ചു കൊള്ളണം. ജപം. ദിവ്യകന്യകേ, എൻ്റെ രക്ഷിതാവിൻ്റെ മാതാവാകുന്നതിനും പാപികൾക്ക് സങ്കേതമാകുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട നായികയെ എൻ്റെ മേൽ അലിവായിരിക്കണമേ. ദൈവദ്രോഹിയായ ഞാൻ അങ്ങേ സങ്കേതത്തിൽ ഓടിച്ചെന്ന് അങ്ങേ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീഴുന്നു. അങ്ങേ കൃപ ലഭിപ്പാൻ ഞാൻ അയോഗ്യനെങ്കിലും ശരണത്തോടെ നിന്നോട് അപേക്ഷിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്നറിഞ്ഞ് ഉറപ്പുള്ള പ്രതീക്ഷയോടെ ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സകല മോശവാസികളുടെയും രാജ്ഞി എന്റെ അയോഗ്യത വിചാരിക്കാതെ എണ്ണമില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയ എന്നെ സഹായിക്കണമേ. എന്നെ സർവേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവളാകയാൽ എനിക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഞാൻ പാപമാർഗം വിട്ട് തക്ക ജാഗ്രതയോടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ശ്രമിപ്പാൻ എന്നെ സഹായിക്കണമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാവികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, ഭാവികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ മാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപിയുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപിയുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപിയുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, എൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീനശത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത്ത് ജപം. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, നിന്നെ സ്തുതിപ്പാനും എന്നെ സ്തുതിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, നിന്നെ സ്തുതിപ്പാനും നിന്നെ സ്തുതിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, നിന്നെ സ്തുതിപ്പാനും നിന്നെ സ്തുതിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനും എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. സൽക്രിയ. ചില അജ്ഞാനികളോട് വേദത്തെക്കുറിച്ച് പറഞ്ഞ് സത്യം വെളിപ്പെടുത്തണം. പ്രാർത്ഥന സദയം കേൾക്കണമേ.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ. പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ.